ഒന്നാലോചിച്ച ഇന്നത്തെ ദിവസത്തെക്കാൾ നല്ലൊരു ദിവസം അതിനു വേറെ കിട്ടാനില്ല. അതെന്താ ഇന്നത്തെ ദിവസത്തിന് ഇത്ര പ്രത്യേകത? ശ്രീറാമും ഗോകുലും കൂടി മരിക്കാൻ കിടക്കുന്ന മായയുടെ മുത്തശ്ശിയെ കാണാൻ ആലപ്പുഴയ്ക്ക് പോയി. നാളെ തിരിച്ചു വരും. DK ഒരു മീറ്റിംഗിലോ. എന്തായാലും തിരിച്ചെത്താൻ ലേറ്റ് ആവുന്ന താര പറഞ്ഞത്. നിന്റെ അനിയത്തി ചിത്ര എവിടില്ലേ? അവൾ നമ്മളെ സഹായിക്കില്ലേ അവിനാഷ്? ഒരിക്കലുമില്ല. എന്നോടുള്ളതിനേക്കാൾ കൂറും വിധേയത്വം ഒക്കെ അവൾക്ക് DKയോടെ. അമരാവതിയെ തകർക്കുന്ന ഒന്നിനും അവള് കൂട്ടുനിൽക്കില്ല. അതുകൊള്ളാം. കൂടപ്പറപ്പായാൽ ഇങ്ങനെ തന്നെ വേണം. ആ അതിരിക്കട്ടെ, എന്താ നിന്റെ മനസ്സിലുള്ള പ്ലാൻ? ഗോകുൽ അവനെ വെച്ചൊരു പ്ലാൻ വർക്കൗട്ട് ആവും. അവന്റെ ജീവൻ അപകടമുണ്ടെന്ന് കേട്ടാൽ DKക്ക് പിന്നെ അമരാവതിയിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ ഓടും. തീ പിടിച്ചതുപോലെ അമരാവതി നിറങ്ങി ഓടും. ആ സമയം നിനക്ക് അമരാവതി കയറാം. തീ പിടിച്ചതുപോലെ അമരാവതി നിറങ്ങി ഓടും. ആ സമയം നിനക്ക് അമരാവതി കയറാം. അതുകൊള്ളാം. ഉഗ്രൻ ഐഡിയ. ഇത് മതി. അവിടെ കയറി ആ എഗ്രിമെന്റ് മോഷ്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിന്റെ സഹോദരി ഇടയ്ക്ക് കയറിയാൽ എനിക്ക് അവളെ ഒന്ന് ഭയപ്പെടുത്തേണ്ടി വരും. അത് സാരമില്ല. എന്റെ സഹോദരിയാണെങ്കിലും എനിക്കവളെ അത്ര വിശ്വാസമൊന്നുമില്ല. DKക്കും കുടുംബത്തിനും കുഴപ്പം വരുന്ന ഒരു കാര്യവും അവള് ചെയ്യില്ല. ആ മായ പറയുന്നതനുസരിച്ച് മാത്രമേ അവൾ ഏത് കാര്യവും ചെയ്യൂ. നിന്റെ ഒപ്പം ചേർന്ന് DKക്കെതിരെ പ്രവർത്തിക്കണമെന്നറിഞ്ഞ അവൾ എനിക്കെതിരെ ആവാനും മടിക്കില്ല. അതുകൊണ്ട് അവളെ ഒന്ന് ഭയപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മൂർത്തി. അപ്പോ ഇന്ന് രാത്രി നമ്മൾ ആ എഗ്രിമെന്റ് മോഷ്ടിക്കുന്നു. ബ്രേക്കിംഗ് അമരാവതി. നേരായി ഞാൻ ശ്രദ്ധിക്കുന്നു. അമ്മ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കി നിൽക്കുന്നെ? ബേട്ടി, കുട്ടികളാരും എന്താ ഇതുവരെ വരാത്തത്? ശ്രീയേം ഗോവിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. യു കോൾ മായ, ടെൽ ഹർ ടു കം. അവര് മായച്ചിയുടെ വീട്ടിലേക്കല്ലേ പോയത്? വരും. അമ്മ ഒന്ന് ക്ഷമിക്ക്. അവരാരും കൊച്ചുകുട്ടികളല്ലല്ലോ. നോ, എല്ലാരും എനിക്ക് ചിൽഡ്രൻസ് തന്നെയാ. ആരെങ്കിലും ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരും വരെ ഐ ഹാവ് നോട്ട് ഹാപ്പി. എന്താ
അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. ആ, വിരുന്ന് പോയ മരുമക്കളെയും ഭാര്യമാരെയും കാണാത്തോണ്ട് കാത്തു നിൽക്കുക അമ്മ. ആ, അതിന് അവരൊക്കെ ഇവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മൈ ഡിയർ സൺ, they are not childrens. എല്ലാരും വലിയ കുട്ടൂസുകളാ. എല്ലായിടത്തും പോകുന്നതിന് നിന്റെ അനുവാദം വാങ്ങിക്കണോ? വേണം. അതെന്തുകൊണ്ടാണെന്നോ അമ്മയ്ക്കറിയാലോ. വേദനിപ്പിക്കുന്ന പലതിനെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ, ഒഴിവാക്കിയിട്ടില്ല. അതിന്റെ അപകടങ്ങൾ അമ്മയ്ക്കറിയാത്തതല്ലോ. അതുകൊണ്ടാ ഇവരൊക്കെ പുറത്തു പോകുന്ന ഓരോ കാര്യങ്ങളും എന്നെ അറിയിക്കണമെന്ന് പറയുന്നത്. മായച്ചിയുടെ മുത്തശ്ശിക്ക് സുഖമില്ലാത്തോണ്ട് പോയതാ എല്ലാരും. അമ്മേ, അവരെ വിളിക്കേ, വേഗം വരാൻ പറയും. സോറി മൈ ഡിയർ സൺ, അവരാരും റേഞ്ചിലില്ല. ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നാ ഫോണിലെ പെങ്കൊച്ചു പറയുന്നത്. മോനെ, അവരാരും ചെറിയ ബോയ്സും ഗേൾസും ഒന്നും അല്ലല്ലോ. എന്തായാലും പോയി, അവരിങ്ങ് വന്നോളൂ. ഈ പറയുന്ന അമ്മ എന്തിനാ ആദ്യം പിടിച്ച് കാത്തു നിൽക്കുന്നത്? എല്ലാം സ്വയം തീരുമാനിക്കുന്നവര് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പുറത്തു പോയവര് നേരത്തും കാലത്തിനും വരുന്നുണ്ടോന്ന് കൂടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിലേ അവരെ വിളിച്ചു വരുത്തണം. മനസ്സിലായി? ഇല്ല, എനിക്ക് തീരെ മനസ്സിലായില്ല. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, ഭാര്യ ഭർത്താക്കന്മാരായ ഒരുമിച്ച് പുറത്തേക്ക് പോകുമ്പോ പല സ്ഥലത്തും പോയെന്നിരിക്കും. ചിലപ്പോ വല്ല സിനിമയ്ക്കോ പാർക്കിലോ ഒക്കെ അങ്ങ് പോവും. അതെങ്ങനെയാ? ഇതൊക്കെ അറിയണമെങ്കിൽ ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹം വേണ്ടേ? ഇടയ്ക്കൊക്കെ എണ്ണയും കൊണ്ട് പുറത്തോട്ടൊക്കെ പോണം. ഇത് ചുമ്മാ മസിലും മെരുപ്പിച്ച് നടക്കുമല്ലേ. ഹലോ ഹിറ്റ്ലറെ, നാളെ നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ? വേണമെങ്കിൽ ദുൽഖർ സൽമാന്റെ പുതിയ സിനിമയും കാണാം. എന്തേ, ഒന്നും പറയാനില്ലേ? ഇവളുടെ തലയ്ക്ക് പട്ടു തന്നെയാ. ആ, എല്ലാവർക്കും എല്ലാം വെറും തമാശയാ. പക്ഷേ ചില തമാശകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണെന്ന് നിനക്കറിയില്ലേ സുപ്രിയ? ഞാൻ ആരുടെയും സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും പോയാൽ എന്നെ അറിയിക്കണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ? ഹലോ, ഗുഡ് ഈവനിങ് ഡി കെ. മനസ്സിലായില്ലേ? മൂർത്തിയാടോ. നീയോ? എടാ, നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇഡിയറ്റ്, ഗെറ്റ് ലാസ്റ്റ്. അങ്ങനെ അങ്ങ് അറുത്തുമുറിച്ച് പറയല്ലേ ഡി കെ. ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ. നിന്റെ വീടിന്റെ മുറ്റത്ത്
ഒരു പന്തൽ കെട്ടാൻ തയ്യാറായിക്കോ നീ. ഈ രാത്രി പിച്ചും പേയും പറയാൻ വിളിച്ചാണോ നീ? ഞാൻ പിച്ചും പേയും പറയാൻ വിളിച്ചതാണോ അല്ലയോ എന്ന് നാളെ നിനക്ക് മനസ്സിലാവും. അമരാവതിയുടെ മുറ്റത്ത് നിന്റെ മരുമക്കളിൽ ഒരുത്തന്റെ മരവിച്ച ശവശരീരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് വെറും പന്തലായിരുന്നില്ല, അത് മരണപ്പന്തലായിരുന്നു എന്ന്. വാട്ട്? ഇനിയൊരു വാക്ക് മിണ്ടരുത് നീ. നിൽക്ക്, ചൂടാവല്ലടീക്കെ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഗോകുൽ നിന്റെ മരുമക്കളിൽ രണ്ടാമൻ, അവനെ ഞാൻ ഇന്ന് കൊല്ലും. വണ്ടി ഇടിപ്പിച്ചു കൊല്ലും. കഴിയുമെങ്കിൽ രക്ഷിക്കാൻ നോക്കടീക്കെ. നിർത്തടാ. എന്റെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു പോറല് പറ്റിയാൽ നിന്നെ കത്തിച്ചു കളയും. എന്റെ മരുമക്കളെ മുലപ്പാലിന്റെ മണം മാറാത്ത വെറും കുട്ടികളല്ല, നല്ല ഒത്ത ആൺകുട്ടികളായിട്ടാണ് ഞാൻ അവരെ വളർത്തിയത്. അവരെ രക്ഷിക്കാൻ അവർക്കറിയാം. എന്നാ പിന്നെ അവൻ സ്വയം രക്ഷപ്പെടട്ടെ, അല്ലടീക്കെ. നാളെ നിന്റെ മുറ്റത്ത് കറുത്ത ബാഡ്യം ധരിച്ചു വരുന്ന നാട്ടുകാർ, വാവിട്ട് നിലവിളിക്കുന്ന അവന്റെ ഭാര്യ, നിന്റെ അമ്മ, ബന്ധുക്കൾ, അവർക്ക് നടുവിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന നീ. എനിക്കത് കാണണം ഡീക്കെ. ഓരോന്നോരോന്നായി തകർത്ത് കെട്ടിയിട്ടേ ഈ മൂർത്തി ഇവിടം വിട്ടു പോകൂ. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനുള്ള മറുപടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ താങ്ങില്ല. വെച്ചിട്ട് പോടാ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്ന മൂർത്തി ഭഗവാൻ പരമശിവനാ, അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലാത്ത നീയല്ല. ദേ, എന്നെ നീ സംഹാരമൂർത്തിയുടെ വേഷം കെട്ടിക്കരുത്. ചടങ്ങുകൾ നടത്താൻ നിന്റെ ചിതാഭസ്മം പോലും ബാക്കിയുണ്ടാവില്ല. ശരി, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇനി നീ അനുഭവിക്കേ. അപകടം നടക്കാൻ പോകുന്ന സമയവും സ്ഥലവും ഞാൻ പറഞ്ഞുതരാം. നീ വലിയ കഴിവുള്ള ആളല്ലേ ഡീക്കെ. നിനക്ക് തടയാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നിട്ട് നീ ഗോകുലിനെ രക്ഷിക്കേ. കാണട്ടെ നിന്റെ മിടുക്ക്. ഇപ്പൊ സമയം 9:30. മരണത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറാൻ ഗോകുലിന് ഇനി അരമണിക്കൂർ സമയം മാത്രം. Go and save him. ഹലോ ഹലോ. ഇവന്മാരിത് എവിടെ പോയി കിടക്കുന്നു? ഇഡിയറ്റ്സ്. ദേവ, എന്തു പറ്റി? നീ ഇതെവിടെ പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അമ്മ ശ്രീരാമനെയോ ഗോകുലിനെയോ ഒന്ന് വിളിക്കുക. കിട്ടിയാൽ എന്നെ വിളിക്കാൻ പറയും. എന്താ എന്താ പ്രശ്നം? വല്ല കുഴപ്പമുണ്ടോ? അവരെവിടെയാ ദേവ? ഡ്രൈവർ, ഡ്രൈവർ. സർ, പുറത്തുനിന്ന് ഒരാളെയും ഇനി ഇങ്ങോട്ട് കയറ്റി വിടരുത്. ഇല്ല സർ. ഗേറ്റിൽ മാത്രം നോക്കിയാ പോരാ, 4 പാടും ശ്രദ്ധിക്കണം. ശരി സർ. മോനെ, എന്താ ഇതൊക്കെ? ഒന്നുമില്ല. എടോ, പരിചയമില്ലാത്ത ആരെങ്കിലും ഗേറ്റിൽ വന്നാൽ അപ്പൊ എന്നെ വിവരം അറിയിക്കണം, കേട്ടല്ലോ? ശരി സർ. അമ്മേ, കഥ കടച്ച് കുറ്റിയിട്ടേക്കണം.
ഞാനോ ഗോകുലോ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് മാത്രം തുറന്നാ മതി. മോനെ എന്താടാ, എന്താ പറ്റിയത്? ആ, ഒക്കെ പിന്നെ പറയാം. ഞാൻ വരുന്നതുവരെ ആരും പുറത്തിറങ്ങരുത്. വാതിലെല്ലാം അടയ്ക്കണം, മറക്കരുത്. മോനെ മോളെ, നീ അവരാരെങ്കിലും ഒന്ന് വിളിച്ചേ. ആരെയും കിട്ടുന്നില്ലമ്മേ. പൈലറ്റിൽ കണ്ട എന്താ ഇവിടെ സംഭവിക്കുന്നേ? കൃഷ്ണ, ഗുരുവായൂരപ്പാ. ഇപ്പൊ വിളിക്കുന്നേ? ഹലോ ഡി കെ. ശ്രീനിധി എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു. എവിടെയെങ്കിലും പോയാലേ എന്നോട് പറഞ്ഞിട്ടേ ആകാവുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല, അത് മായയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ടാ പറയാതിരുന്നത്. നോ, എവിടേക്കാണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞിരിക്കണം. ഗോകുലെവിടെ? ആരുടെയും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ എത്ര ടെൻഷനിലാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഡി കെ, മായയുടെ മുത്തശ്ശിയെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റൽ ഒരു റിമോട്ട് ഏരിയയിലാണ്. ഒരു മൊബൈൽ നെറ്റ്വർക്കിനും അവിടെ റേഞ്ച് ഇല്ല. ഗോകുലും മായയും ചിത്രയും കൂടി മുത്തശ്ശിക്ക് അരികിൽ ഇരിക്കുകയാണ്. ഗോകുൽ അവിടെ തന്നെയാണെന്ന് ഷുവറല്ലേ? അതെ ഡി കെ. അവരെ ഞാൻ അവിടെ ആക്കിയിട്ടാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്. എന്താ ഡി കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗോകുലിനോട് വരാൻ പറയണോ? നോ, വേണ്ട. നീ ഇപ്പൊ തന്നെ അവരുടെ അരികിലേക്ക് മടങ്ങിപ്പോണം. ഗോകുലിന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം നീ. പിന്നെ ഇന്നിനി നിങ്ങൾ അമരാവതിയിലേക്ക് തിരികെ വരണമെന്നില്ല. നാളെ രാവിലെ ഞാൻ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. എന്താ ഡി കെ ഇതൊക്കെ? എന്തിനാ ഇത്ര വലിയ ടെൻഷൻ? ഞങ്ങൾ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുന്നുള്ള ഭയം കൊണ്ടാണോ? അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. തൽക്കാലം ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുക. ശരി ഡി കെ, ഞാനിപ്പോ തന്നെ തിരിച്ചു പോവാം. ഉടനെ തന്നെ തിരികെ പോയി ഗോകുലിനൊപ്പം ഇരിക്കുക. എന്നിട്ട് എന്നെ വിളിക്കണം. ഓക്കെ? ഗോകുലിനെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാം. ശരി. ഓക്കെ, ശരി ഡി കെ. എന്തിനായിരിക്കും ഡി കെ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഗോകുലിനൊപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? എന്തോ ഒരു ഭയം ഡി കെ അലട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഡി കെ ഇങ്ങനെ സംസാരിക്കില്ല. കുട്ടിക്കാലം മുതൽ ഇതുവരെ ഡി കെയോട് പറയാതെ ഒരിടത്തും പോകാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവൻ എന്തെങ്കിലും അപകടം വരുമെന്നാണോ ഡി കെ ഭയപ്പെടുന്നത്?
എന്തായാലും തിരിച്ചു വാ. ശ്രീരാമും ഗോകുലും അവിടെ തന്നെയുണ്ട്. പിന്നെന്തിനാ മൂർത്തി ഇവിടെ വെച്ച് ഗോകുലിനെ കൊല്ലൂന്ന് പറഞ്ഞത്? ആ മൂർത്തി മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ അത്? എന്തായിരിക്കും അവന്റെ ഉദ്ദേശം?